ഹലോ ഫ്രണ്ട്സ്, ഞാൻ വന്നേക്കണ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ്. പാർക്കിംഗ് ഏരിയ. നമ്മുടെ വണ്ടീൻ്റെ അവസ്ഥ അത് നിങ്ങൾ കണ്ടല്ലോ. ടൈമില്ല. അപ്പോൾ കുറേ ആൾക്കാർ തന്നെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് പനി വരണേ. അപ്പോൾ തുടർച്ചയായിട്ട് പനി വരണത് ഞാൻ തന്നെ ചിന്തിച്ച് ഡോക്ടർമാർക്ക് അറിയാൻ പാടില്ല. പിന്നെയാണ് ചിന്തിച്ചത് എനിക്ക് പണ്ട് പൊറോട്ട കഴിച്ചുള്ള ഇത് വരുമായിരുന്നു, ഇത് ഛർദിയും പനിയും. അപ്പോൾ ഇതിൻ്റെ പുറകിലേക്കും നോക്കിയപ്പോൾ അതല്ല, വേറെ കാരണമാണ്. മറ്റേ ആദ്യത്തെ പനിക്ക് പെപ്സി ആയിരുന്നു, രണ്ടാമത്തേന് മറ്റേ സ്പ്രൈറ്റ് ആയിരുന്നു. അപ്പോൾ കമ്പനികൾ കുറ്റപ്പെടുത്തിയൊന്നും പറയണില്ല, ഓരോരുത്തർക്കും ഓരോ അലർജി ആയിരിക്കും. അപ്പോൾ കെമിക്കൽ ചേർത്ത വെള്ളങ്ങളൊന്നും എനിക്കിനി പറ്റില്ല. ചായയിൽ തന്നെ ഇതേ പറ്റുള്ളൂ, കട്ടൻ ചായയൊക്കെ പറ്റുള്ളൂ. പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, തമിഴ്നാട്ടിൽ നിന്നാണ് പാല് കൊണ്ടുവരുന്നത്. അപ്പോൾ പാലിൽ ഇത്രയും ദിവസം ഒന്നിരിക്കണമെങ്കിൽ അതിനകത്ത് ഒന്നും ചേർക്കാതെ പറ്റില്ല. അപ്പോൾ പാല് മുതൽ സാധാരണ നമ്മളെ പിന്നെ ജീരക സോഡ മുതൽ ലൈം സോഡ എന്ന് വേണ്ട, കൈകൊണ്ട് ഉണ്ടാക്കണതോ അല്ലാതെ സകലമാന ആയിരക്കണക്കിന് കമ്പനികളുണ്ടല്ലോ, അതിലൊരു ഉൽപ്പന്നം എനിക്കിനി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്നോട് 10 വർഷം കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അപ്പോൾ 2 ടെസ്റ്റിലാണ് ഞാനിത് ഉറപ്പിച്ചത്. മൂന്നാമത്തെ ടെസ്റ്റിലാണെങ്കിൽ വെളിയിലേക്ക് പോകും. ടെസ്റ്റ് അടിക്കാൻ ടൈമില്ല. അപ്പോൾ ഓക്കെ, ബൈ.